ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പിൽ നമുക്ക് ഒരേ സമയത്ത് 2 അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യാതെ തന്നെ മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം വാട്സപ്പിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഒരു ലിസ്റ്റ് കാണാം. അതിൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കാണുന്ന ലിസ്റ്റിൽ നമുക്ക് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടും അതിന് താഴെയായി ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ആഡ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഈ ഗ്രീൻ ബട്ടൺ അഗ്രി ആൻഡ് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മൾ പുതിയ അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ യെസ് ക്ലിക്ക് ചെയ്യാം. ശേഷം കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് പുതിയ അക്കൗണ്ട് ലോഗിനായിട്ട് ഇവിടെ എനിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലായിട്ടുണ്ട്. ബാക്കപ്പിൻ്റെ ഓപ്ഷൻ ചോദിക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ പെർമിഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ സ്കിപ്പ് ചെയ്യട്ടെ. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ഓപ്പണായി വരും. നമുക്ക് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആഡിങ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു പേജിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുതിയ അക്കൗണ്ട് ഇതിൽ ആഡ് ആയിട്ടുണ്ട്, നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ നിലവിൽ സേവ് ചെയ്തിട്ടുള്ള കോൺടാക്ട്സുകളെല്ലാം ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് വരുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് കോൺടാക്റ്റ് വേണമെങ്കിലും ഇതിൽ ചാറ്റ് ചെയ്യാം. നമ്മുടെ മൊബൈൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ കോൺടാക്റ്റിലും ഇതിൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ പഴയ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. അതിന് വീണ്ടും നമ്മൾ മുകളിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷനിൽ ഏറ്റവും താഴെ നമുക്ക് കാണാൻ പറ്റും സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, സ്വിച്ച് അക്കൗണ്ട്. അപ്പോൾ ആ സ്വിച്ച് അക്കൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആദ്യം യൂസ് ചെയ്ത അക്കൗണ്ട് ഡീറ്റെയിൽസ് അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലാദ്യം ഉണ്ടായിരുന്ന അക്കൗണ്ടാണ്. ഇനി വീണ്ടും നമ്മൾ പുതിയ അക്കൗണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പുതിയ അക്കൗണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.